സ്വകാര്യ വ്യക്തി കാട്ടിയ നിയമലംഘനത്തിന് KSEBയെയും സർക്കാരിനെയും പഴി പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. നിയമലംഘനത്തിന് എതിരെ ഒരക്ഷരം പറയാതെ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ പ്രസ്താവനകളുമായി ഇറങ്ങുന്ന പ്രവണത തള്ളിക്കളയണം. അതാണ് എനിക്ക് പറയാൻ. KSEBക്ക് എങ്ങനെയാണ് ശാശ്വതമായ കള്ളത്തരം ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു വീട്ടിൽ കയറി സ്വർണം കെട്ടാൽ അത് ആരുടെ ചുമതല? വീടിൻ്റെ ഉടമസ്ഥനാണെന്നുള്ളതാണ്. അതെങ്ങനെ 1000 കിലോമീറ്റർ വനത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ്. സ്റ്റാഫ് വേണം, അതിനുള്ള ഇത് വേണം. അതല്ല, അതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, പഞ്ചായത്ത് അധികൃതർ, വാർഡ് മെമ്പർക്കൊക്കെ അതിൽ അധികാരമുണ്ടല്ലോ. അവർക്കത് ഉപയോഗിക്കാമല്ലോ. അവരൊന്നും ചെയ്യാതെ കുറ്റം മാത്രം ഇലക്ട്രിസിറ്റി ബോർഡിനെയും ഫോറസ്റ്റിനെയും മാത്രം പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അല്ല, ഇതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വളരെ അയക്കണം. പഞ്ചായത്തുകൾ ജാഗ്രത പാലിച്ചാൽ ഇത് നമുക്ക് ഒരു 100% പൂർത്തിയാക്കാൻ പറ്റും. അവർക്കാണ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇൻഫർമേഷൻ കൊടുത്താൽ അത് ചെയ്യും. അവർ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തുള്ളത് ചെയ്യേണ്ടത് ചെയ്യും. ബോധവൽക്കരണം നടത്തുന്നുണ്ടല്ലോ. ഈ നായാട്ടുകാർ ബോധവൽക്കരണം നടത്തിയിട്ടൊന്നുമില്ല. ആ ബോധവൽക്കരണം കഴിഞ്ഞിട്ടാണല്ലോ അവർ നായാട്ട്. പക്ഷേ UDF ശക്തമായി ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് KSEB തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ്. UDFന്റെ ആരോപണം അവരെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പം ഞാൻ ആ TV ഉണ്ട്, ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ എടുത്തത് അതെങ്ങനെയാണ് KSEB ചെയ്യണം? KSEBയുടെ ലൈനിൽ കൂടെ ഇട്ട് വന്നാൽ അതിനെ ആരെന്താ ചെയ്യുക? UDFന്റെ ആരോപണം ഈ നിലമ്പൂർ ആ ഭാഗങ്ങളിലൊക്കെ നിരന്തരം വൈദ്യുതി മോഷണം നടക്കുന്നു. നിരന്തരം അതിനെപ്പറ്റി പരാതി നൽകിയിട്ടും KSEBയുടെ അതെന്താണ് കൃത്യമായി പരാതി എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാളാണല്ലോ. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോ MLAയോ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഒരു പരാതിയും കിട്ടിയിട്ടില്ല. മറ്റു പരാതി എൻ്റെ കയ്യിൽ എത്തിയിട്ടുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കുമല്ലോ. ഈ പരാതി അധികൃതർ കാര്യമായി ശ്രദ്ധിക്കാതെ പോയെന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അത് പോലീസ് അന്വേഷണത്തിൽ അതെല്ലാം വരുമല്ലോ. ഈ ബോധവൽക്കരണം അവിടെ നോട്ടീസൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഞ്ചായത്തിൻ്റെ അധികാരം പണ്ട് ചീഫ് വൈൽഡ് ലൈഫിനാണ് ഇതിൻ്റെ അധികാരം ഉണ്ടായിരുന്നത്. അതാണ് ക്യാബിനറ്റിലെ തീരുമാനമെടുത്ത് പഞ്ചായത്തുകാർക്ക് കൊടുത്തത്. അവരത് ഉപയോഗിക്കേണ്ടതല്ലേ? അവരത് ഈ നാട്ടിലുള്ള ഒരു പഞ്ചായത്ത് ഒരു ലൈൻമാനൊക്കെ എത്ര കിലോമീറ്റർ പോകണം നോക്കാൻ. അപ്പോൾ പഞ്ചായത്തിലെ വാർഡ് മെമ്പർക്കൊക്കെ അത് പരിശോധിക്കാമല്ലോ. അപ്പോൾ എളുപ്പമല്ലേ ഇത്? ഒരു വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ പറഞ്ഞാൽ ഏത് ഉദ്യോഗസ്ഥനാണ് കേൾക്കാതിരിക്കുക? വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇത് വനത്തിൻ്റെ അത് തൊട്ടതാണല്ലോ. ഇത് വിവരം കിട്ടുമല്ലോ. ഇതൊക്കെ സ്ഥിരമായി നായാട്ടുകാർ അവിടെ ആരാ ചെയ്യണമെന്നുള്ളതൊക്കെ വിവരം കിട്ടുമല്ലോ. അവിടെ സ്ഥിരമായി നായാട്ടുകാർ ചെയ്യണമെന്നുള്ളതാണ് ഒരു റിപ്പോർട്ട് വരുന്നത്. അവരാരാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ലല്ലോ. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. അത് ഈ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്ത് നിന്ന് നല്ല ശക്തമായ നടപടി ഉണ്ടാകും. ഈ കൃത്രിമമായി ചെയ്ത് വിട്ടത് ഇല്ല. അത് ആളുകളുടെ ഇടയിൽ അതൊരു താല്പര്യം വരണ്ടേ? ഇത് ഇലക്ട്രിസിറ്റിയാണ്, ഇത് ഇലക്ട്രിസിറ്റി ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഞാൻ പറഞ്ഞു. വൈദ്യുതി വേലികൾക്ക് വൈദ്യുതി ഉപയോഗിക്കുന്നതിന് കാർഷിക വിളകളെ സംരക്ഷിക്കാനായി ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററിൽ അപേക്ഷ നൽകി അവരുടെ അനുമതിയോടുകൂടിയുമായി വൈദ്യുതി വേലി മാത്രമേ ഉപയോഗിക്കാവൂ. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സ്റ്റാൻഡേർഡ് IS 302/2776 സെക്ഷൻ 76 പ്രകാരം ഇംപ്ലസ് ജനറേറ്ററുള്ള ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ഫെൻസിങ് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ അത് ബാറ്ററി ഉപയോഗിക്കുമ്പോൾ ആൾ മരിക്കില്ല, ഷോക്ക് മാത്രമേ തട്ടുള്ളൂ. അത് ഉപയോഗിക്കില്ല എന്നുള്ളത് നോക്കണ്ടേ? അത് ജനപ്രതിനിധികൾക്ക് ആർക്ക് വേണമെങ്കിലും ഒരു പൗരനത് നോക്കാനുള്ള അവകാശമുണ്ടല്ലോ. അത് നോക്കണം. അങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ അല്ല, അനാവശ്യമായി ഫോറസ്റ്റ് മിനിസ്റ്ററിനെ പ്രതിയാക്കുന്നത് ഒരിക്കലും ശരിയല്ല. എന്തെങ്കിലും വന്നാൽ ഫോറസ്റ്റ് മിനിസ്റ്ററെ ഇവർ ഡ്യൂട്ടി ചെയ്യാത്തതിന് അവരെ കുറ്റം ആരും പറയുന്നില്ല. പഞ്ചായത്തുകാർ ചെയ്യേണ്ടതല്ലേ? അത് ചെയ്തില്ലല്ലോ.